ഹായ് ഹലോ, നമുക്ക് ആലങ്ങ ഉണ്ടാക്കിയാലോ? ഈ പലഹാരം എത്ര പേർക്കറിയാം? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉമ്മച്ചിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആ, അരിപ്പുട്ടിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. ആ പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ചെറിയൊരു നുള്ളുപ്പും പിന്നെ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ചുക്ക് പൊടിയും ഏലക്ക പൊടിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, ഉണങ്ങിയ തേങ്ങ, ഉണക്ക തേങ്ങയില്ലേ, കൊട്ടത്തേങ്ങ എന്ന് പറയും, ആ തേങ്ങ അരിഞ്ഞതാണ്, ഒരു ചെറിയൊരു പീസ് വലിപ്പത്തിൽ അരിഞ്ഞതാണ്. അതും പിന്നെ ശർക്കര ഉരുക്കി ഒഴിച്ച് ചൂടോടെ തന്നെ ഒരു നമുക്ക് കൈയൊക്കെ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂടാകുമ്പോഴത്തേക്കും ഇതുപോലെ ഉരുട്ടി അതായത് നമുക്ക് അകവും വേവണം. പിന്നെ ഈ ശർക്കര ചൂടായതുകൊണ്ട് തന്നെ അകം വെന്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ മാവ് കുഴയ്ക്കുന്നത് ആ ഒരു ചൂടായ പരുവത്തിൽ തന്നെ ആയിരിക്കും കുഴയ്ക്കുന്നത്. അത് നമുക്ക് എന്തെങ്കിലും നമ്മൾ കപ്പയ്ക്ക് കുഴയ്ക്കുന്നത് പോലെ കപ്പ കുഴയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനമില്ല, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ആ ഉപകരണമോ അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു കട്ടിയുള്ള തവിയോ ഒക്കെ വെച്ച് നല്ലതുപോലെ കുഴച്ച് ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമ്മുടെ കൈ വേവാത്ത രീതിയിലുള്ള ചൂടാകുമ്പോഴത്തേക്കും ഇതുപോലെ ഉരുണ്ടകളായിട്ട് അത് വെളിച്ചെണ്ണയിൽ ഇതുപോലെ സ്റ്റൗവിൽ തീ കുറച്ച് വേണം ഇടാൻ. അത് കുറച്ചിട്ട് അത് നല്ലതുപോലെ വേവിച്ചത് ഈ ഒരു പരുവത്തിൽ വേണം വേവിക്കാനായിട്ട്. വേവിച്ച് വറുത്തെടുക്കുക. ഇത് പഴയ കാലത്ത് ആളുകൾ, സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇന്നത്തെ കാലത്തൊന്നും അധികം എവിടെയും കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. പക്ഷേ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു തരത്തിലുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.